ബ്രഹ്മചര്യം ഊർജത്തിന്റെ രഹസ്യവും ആത്മീയ പരിവർത്തനവും ഭാഗം 1. പഴയകാലം ഒന്ന് സങ്കൽപ്പിക്കുക. കാടിന്റെ ഉള്ളിൽ ഋഷിമാർ കണ്ണുകളടച്ച് ധ്യാനത്തിലിരിക്കുന്നു. മൊബൈലില്ല, ഇന്റർനെറ്റില്ല, പുറത്ത് ഒരു ബഹളവുമില്ല. അകത്തെ ഒരു ശബ്ദം മാത്രം വീണ്ടും വീണ്ടും പറയുന്നു: ബ്രഹ്മത്തെത്തേക്കുള്ള പടവാണ് ബ്രഹ്മചര്യം. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ വാക്ക് കേൾക്കുമ്പോൾ ചിലർ ചിരിക്കും, ചിലർ ഞെട്ടും, ചിലർ പറയും, ഇതൊക്കെ പഴയകാലത്തെ കാര്യങ്ങളല്ലേ. പക്ഷേ സത്യത്തിൽ ബ്രഹ്മചര്യം ഒരു പഴയ ആശയമാണോ? അതോ നമ്മുടെ ബോധം, ഊർജം, ഈ പ്രപഞ്ചം എന്നിവയെ മനസ്സിലാക്കാനുള്ള താക്കോൽ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? പലർക്കും ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് മാത്രമാണ് ബ്രഹ്മചര്യം. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു അഗാധമായ, നിഗൂഢമായ യാത്രയാണ്. ഒരു സാധകന് സ്വയം നിയന്ത്രിക്കാൻ മാത്രമല്ല, പരിവർത്തനം സംഭവിക്കാൻ ഈ മാർഗം സഹായിക്കും. ശരീരം ഒരു അത്ഭുതകരമായ ലബോറട്ടറി. ദ ബോഡി ആൻ അമേസിംഗ് ലബോറട്ടറി. നമ്മുടെ ശരീരം ഒരു അത്ഭുത ലബോറട്ടറിയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം രക്തമാകുന്നു. രക്തത്തിൽ നിന്ന് മാംസം, മാംസത്തിൽ നിന്ന് മേധസ്, പിന്നെ അസ്ഥി, മജ്ജ, അവസാനം ശുക്ലം, വീര്യം ഉണ്ടാകുന്നു. ആയുർവേദം പറയുന്നത് ഇതാണ് ശരീരത്തിലെ ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ട സത്ത് എന്നാണ്. ഇത്രയധികം സമയവും ശക്തിയും പ്രക്രിയകളും ഉപയോഗിച്ച് ശരീരമുണ്ടാക്കുന്ന ഒരു വസ്തു വെറുതെ പുറത്തേക്ക് കളയാനുള്ളതാണോ? അത് സംരക്ഷണത്തിനും രൂപാന്തരീകരണത്തിനും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണോ? ഒരു തുള്ളി ശുക്ലത്തിൽ ലക്ഷക്കണക്കിന് ജീവാണുക്കളുണ്ട്. ഒരൊറ്റ ജീവനുണ്ടാക്കാനുള്ള കഴിവുണ്ടതിന്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കോടിക്കണക്കിന് ജീവിതങ്ങളുടെ ഊർജം വഹിക്കുന്നു. ഈ ഊർജം പുറത്തേക്ക് പോകുന്നതിനു പകരം ഉള്ളിലേക്ക് തന്നെ ഉയരാൻ തുടങ്ങിയാലോ? ഇത് പ്രപഞ്ചത്തിന്റെ ഊർജമായി മാറില്ലേ? ബ്രഹ്മചര്യത്തിന്റെ ശാസ്ത്രം. ഓജസ്. ദ സയൻസ് ഓഫ് ബ്രഹ്മചാര്യ. ഓജാസ്. പണ്ടത്തെ ഋഷിമാർ കാടുകളിൽ തപസ് ചെയ്യുമ്പോൾ ജിം സൗകര്യങ്ങളോ പ്രോട്ടീൻ ഷേക്കുകളോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവരുടെ ശരീരം തേജസ്സുള്ളതായിരുന്നു. അവരുടെ കണ്ണുകളിൽ ഓജസ്സുണ്ടായിരുന്നു. അവരുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക കമ്പനമുണ്ടായിരുന്നു. കാരണം ബ്രഹ്മചര്യമായിരുന്നു. ബ്രഹ്മചര്യം എന്നാൽ വെറും കാമത്തെ ഒഴിവാക്കൽ മാത്രമല്ല, അത് ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ശാസ്ത്രമാണ്. ഒരു സാധകൻ ശുക്ലത്തെ സംരക്ഷിക്കുമ്പോൾ അവൻ തന്റെ ഉള്ളിലെ ഊർജത്തെ ഉപരിതലത്തിൽ നിന്ന് തലയുടെ മുകളിലേക്ക് എത്തിക്കുന്നു. ഈ ഊർജം സഹസ്രാരചക്രത്തിൽ പ്രവേശിക്കുമ്പോഴാണ് സാധകന് സമാധി ലഭിക്കുന്നത്. ബ്രഹ്മചാരിയുടെ വാക്കിന് ശക്തിയുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത് വെറുമൊരു ചൊല്ലല്ല, ഒരു ശാസ്ത്രീയ സത്യമാണ്. ഊർജം ഉള്ളിൽ തങ്ങി നിൽക്കുമ്പോൾ അത് ഓജസ്സായി മാറുന്നു. ഈ ഓജസ്സാണ് നിങ്ങളുടെ മുഖത്ത് തേജസ്സായും കണ്ണുകളിൽ ആഴമായും വാക്കുകളിൽ ശക്തിയായും പ്രകടമാകുന്നത്. നിങ്ങൾ സാധാരണക്കാർക്കറിയാത്ത ഇത്തരം കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് അറിയാനുണ്ട്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ബ്രഹ്മചര്യം പാലിക്കാതെ ആർക്കും ഒരു മഹാപുരുഷനാകാൻ കഴിയില്ല. വിവേകാനന്ദൻ, ഭഗത് സിംഗ്, ശ്രീ അരബിന്ദോ, ഗുരു ഗോവിന്ദ് സിംഗ്, ശിവാജി മഹാരാജ് ഇവരെല്ലാവരും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബ്രഹ്മചര്യം സ്വീകരിച്ചവരാണ്. കാരണം അവർക്കറിയാമായിരുന്നു, ഇത് വെറും സംയമനമല്ല, ആത്മാവും പരമാത്മാവും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധമാണ്. ഇന്നത്തെ ലോകം നമ്മോട് പറയുന്നു, സ്വയം തടയരുത്, സ്വതന്ത്രമായി ജീവിക്കൂ, സന്തോഷമാണ് ശക്തി. എന്നാൽ യഥാർത്ഥ ശക്തി ഒരിക്കലും ബാഹ്യമായ സുഖങ്ങളിൽ നിന്ന് വന്നതല്ല. യഥാർത്ഥ ശക്തി വരുന്നത് നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുമ്പോഴാണ്. ബ്രഹ്മചര്യം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. കാമനയെ അടിച്ചമർത്തരുത്, അതിനെ കരുണയായി മാറ്റുക. ആഗ്രഹത്തെ ഇല്ലാതാക്കരുത്, അതിനെ ധ്യാനത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുക. ഇതുകൊണ്ടാണ് എല്ലാ യോഗഗ്രന്ഥങ്ങളിലും ബ്രഹ്മചര്യത്തെ ആദ്യത്തെ പടിയായി പറയുന്നത്. പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറയുന്നു, ബ്രഹ്മചര്യ പ്രതിഷ്ഠായാം വീര്യലാഭ. ബ്രഹ്മചര്യം പൂർണ്ണമാകുമ്പോൾ വീര്യത്തിന്റെ ശക്തി രൂപാന്തരപ്പെടുന്നു. ഇത് കേവലം ശാരീരിക ശക്തിയല്ല, മാനസികവും വൈകാരികവും ആത്മീയവുമായ ഊർജത്തെക്കുറിച്ചാണ് പറയുന്നത്. സാധാരണക്കാരന്റെ ഊർജം താഴോട്ടൊഴുകുന്നു. അവൻ കണ്ണുകൊണ്ട് കണ്ട് ആഗ്രഹിക്കുന്നു, മനസ്സുകൊണ്ട് സങ്കൽപ്പിക്കുന്നു, ശരീരം കൊണ്ടതിനെ പിന്തുടരുന്നു. എന്നാൽ ഒരു സാധകൻ കാണുന്നു, പക്ഷേ ആകർഷിക്കപ്പെടുന്നില്ല. അവന്റെ മനസ്സ് ചിന്തിക്കുന്നു, പക്ഷേ നിയന്ത്രിതമാണ്. അവന്റെ ശരീരം ആത്മാവിന്റെ അനുസരണയുള്ള അടിമയാണ്. ഇതാണ് യഥാർത്ഥ ബ്രഹ്മചാരി. ശാസ്ത്രത്തിന്റെ വെളിപ്പെടുത്തലുകൾ. ന്യൂറോപ്ലാസ്റ്റിസിറ്റി. സയൻസ് റിവീൽസ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ഒരു സയൻസ് ലാബ് സങ്കൽപ്പിക്കുക. ന്യൂറോ സയന്റിസ്റ്റുകളും ഡോക്ടർമാരും ഹോർമോൺ വിദഗ്ധരുമിരിക്കുന്നു. കയ്യിൽ അത്യാധുനിക ഉപകരണങ്ങൾ. അപ്പോഴാണ് ശാന്തനും തേജസ്വിയുമായ ഒരു ബ്രഹ്മചാരി അവിടേക്ക് പ്രവേശിക്കുന്നത്. അവരുടെ സാന്നിധ്യം ആ മുറിയിലെ ഊർജം മാറ്റുന്നു. പരിശോധന തുടങ്ങുന്നു. ഫലങ്ങൾ ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചു. 7 ദിവസം, വെറും 7 ദിവസം ശുക്ലത്തെ സംരക്ഷിക്കുമ്പോൾ ആത്മവിശ്വാസം, ധൈര്യം, ഊർജം എന്നിവയുടെ ഉറവിടമായ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ അളവ് 145% വരെ വർദ്ധിക്കുന്നു. ഇതൊരു സങ്കല്പമല്ല, ജേണൽ ഓഫ് ജെജിയാങ് യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിച്ചതാണ്.
അപ്പോൾ ആലോചിച്ചു നോക്കൂ, 7 ദിവസമല്ല, മാസങ്ങളോ വർഷങ്ങളോ ഈ ഊർജ്ജത്തെ സംരക്ഷിക്കുന്ന ഒരു ബ്രഹ്മചാരി, അവൻ വെറും ഒരു മനുഷ്യനായിരിക്കുമോ? ശരീരത്തിലൊഴുകുന്ന ഈ ഊർജ്ജം ഒരു ജൈവിക സത്തല്ല, അത് നമ്മുടെ ബോധത്തെയും ചിന്തയെയും രൂപപ്പെടുത്തുന്ന സൂക്ഷ്മവൈദ്യുതിയാണ്. ബ്രഹ്മചര്യം പാലിക്കുമ്പോൾ തലച്ചോറിലെ ഡോപാമിന്റെ സന്തുലിതാവസ്ഥ മെച്ചപ്പെടുന്നു. ഷോർട്ട് വീഡിയോകൾ, അശ്ലീല ദൃശ്യങ്ങൾ, പെട്ടെന്നുള്ള ഉത്തേജനം, ഇവയെല്ലാം നമുക്ക് താൽക്കാലിക സുഖം നൽകുന്ന ഡോപാമിന്റെ അമിത ഉപയോഗത്തിലേക്ക് നയിക്കുന്നു. ഇത് ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്നു, ശ്രദ്ധ വ്യതിചലിക്കുന്നു, ആത്മവിശ്വാസം കുറയുന്നു. ബ്രഹ്മചര്യം എന്തു ചെയ്യുന്നു? അത് ഡോപാമിന്റെ അമിതമായ ഉപയോഗത്തെ തടയുന്നു. സുഖത്തിനു പിന്നാലെ ഓടുന്ന മനസ്സിനെ ഉദ്ദേശ്യത്തിലേക്ക് തിരിക്കുന്നു. ഇവിടെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ അത്ഭുതം തുടങ്ങുന്നത്. ബ്രഹ്മചാരിയുടെ മസ്തിഷ്കം ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് മോചനം നേടുന്നു. അവൻ പ്രതിഫലത്തിനു വേണ്ടിയല്ല, സാധനയ്ക്കു വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അവന്റെ മസ്തിഷ്കം ഉയർന്ന ഏകാഗ്രത, ഗാഢമായ ധ്യാനം, സർഗാത്മകത എന്നീ ദിശകളിൽ വളരുന്നു. അതുകൊണ്ടാണ് ബ്രഹ്മചാരിയുടെ കണ്ണുകൾ സ്ഥിരമായിരിക്കുന്നത്. കാരണം അവന്റെ ന്യൂറോണുകൾ സ്ഥിരമാണ്. അവന്റെ മുഖം തേജസ്സുള്ളതാണ്. കാരണം അവന്റെ ന്യൂറോ സിസ്റ്റം ശാന്തമാണ്. ശുക്ലം പുറത്തേക്കു പോകാതെ ഉള്ളിലുയരുമ്പോൾ ആ ഊർജ്ജം ലൈംഗിക പ്രേരണയല്ല, മറിച്ച് ബൗദ്ധിക പ്രേരണയായി മാറുന്നു. കാമത്തിനായി ഉപയോഗിച്ചിരുന്ന അതേ വാസന ഇപ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും അതിശയകരമായ എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. ബ്രഹ്മചര്യം പാലിക്കുന്നവരിൽ അമിഗ്ഡാല, ഭയം, ഉത്തേജനം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗം ശാന്തമായിരിക്കും. അതേസമയം പ്രീഫ്രോണ്ടൽ കോർട്ടക്സ്, തീരുമാനം, ഓർമ്മ, ലക്ഷ്യം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗം വേഗത്തിലാകും. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ കാന്തിക തരംഗങ്ങൾ അളക്കാൻ ശ്രമിച്ചു. ഒരു സാധാരണ മനുഷ്യനേക്കാൾ വളരെയധികം പ്രത്യേക കമ്പനം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നുണ്ടെന്ന് കണ്ട് ശാസ്ത്രം അമ്പരന്നു. കാരണം അദ്ദേഹം ജീവിതകാലം മുഴുവൻ ബ്രഹ്മചര്യം പാലിച്ചു. അദ്ദേഹം ശുക്ലത്തെ ഓജസ്സാക്കി, ഓജസ്സിനെ തപസ്സാക്കി, തപസ്സിനെ വാക്കുകളാക്കി. ആ വാക്കുകളായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി. എപ്പിജെനറ്റിക്സ്, നമ്മുടെ ജീവിതശൈലി നമ്മുടെ ജീനുകളെ എങ്ങനെ ബാധിക്കുന്നു പറയുന്നു. ബ്രഹ്മചര്യം പാലിക്കുന്നത് ജീൻ എക്സ്പ്രഷനെ ശക്തി, ഏകാഗ്രത, ദീർഘായുസ് എന്നിവയുടെ ദിശയിലേക്ക് മാറ്റുന്നു. ആധുനിക ശാസ്ത്രം ഇത് അംഗീകരിക്കുന്നു. ലൈംഗിക ഊർജ്ജം രൂപാന്തരപ്പെട്ടാൽ അത് ഏറ്റവും ശക്തമായ ലൈഫ് ഫോഴ്സ്, ജീവശക്തിയായി മാറും. ലോകത്തിന് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഏസ് നൽകിയ നിക്കോള ടെസ്ല ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ലൈംഗിക ഊർജ്ജത്തെ കണ്ടുപിടുത്തങ്ങൾക്കുള്ള ഊർജ്ജമായി മാറ്റി. ഇതാണ് ഓജസ്. ഇത് അന്ധവിശ്വാസമല്ല, ആത്മജ്ഞാനത്തിന്റെയും ഊർജ്ജശാസ്ത്രത്തിന്റെയും ഏറ്റവും വലിയ പരീക്ഷണമാണ്. ആഗ്രഹം മരിക്കുമ്പോൾ ഊർജ്ജം ജനിക്കുന്നു. ഊർജ്ജം രൂപാന്തരപ്പെടുമ്പോൾ ബോധം ഉണരുന്നു. ബോധം ഉണരുമ്പോൾ ബ്രഹ്മം നിങ്ങളിൽ പ്രകടമാകുന്നു. രഹസ്യങ്ങളുടെ രഹസ്യം, കുണ്ടലിനി ശക്തി, ദ സീക്രട്ട് ഓഫ് സീക്രട്സ്, കുണ്ടലിനി പവർ. ഇനി നാം പ്രവേശിക്കുന്നത് ഗുരുക്കന്മാരുടെയും സാധകരുടെയും ഇടയിൽ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു രഹസ്യത്തിലേക്കാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി യോഗഗുഹകളിൽ മറഞ്ഞിരുന്ന ഒരു രഹസ്യം, കുണ്ടലിനി ശക്തി. ഓരോ മനുഷ്യന്റെയും ശരീരത്തിൽ നട്ടെല്ലിന്റെ താഴെ മൂലാധാരത്തിൽ ചുരുണ്ടുകൂടി ഉറങ്ങിക്കിടക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇതാണ് കുണ്ടലിനി. ഇത് സാധാരണയായി ഉറങ്ങിക്കിടക്കും. ഒരു സാധകൻ ബ്രഹ്മചര്യമാകുന്ന തീയിൽ തപിക്കുമ്പോൾ, ധ്യാനത്തിന്റെയും മന്ത്രങ്ങളുടെയും ആഹുതി നൽകുമ്പോൾ ഈ ശക്തി ഉണരുന്നു. പക്ഷേ കുണ്ടലിനി തനിയെ ഉണരില്ല. അതിന് സംയമനം, ധ്യാനം, നാഡീശുദ്ധി, അതിലുപരി ശുക്ലത്തിന്റെ സംരക്ഷണം ആവശ്യമാണ്. താഴോട്ടു പോയി ശാരീരിക സുഖമായി മാറുന്ന അതേ ഊർജ്ജമാണ് മുകളിലേക്ക് കയറി ആത്മീയ പ്രകാശമായി മാറാൻ കഴിയുന്നത്. നിങ്ങളുടെ ശരീരം മുകളിലേക്ക് ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടമാണെന്ന് സങ്കൽപ്പിക്കുക. മൂലാധാരത്തിൽ കുണ്ടലിനിയുടെ ഉറവിടം, തലയുടെ മുകളിൽ സഹസ്രാരത്തിൽ ലക്ഷ്യസ്ഥാനം. ഇതിനിടയിൽ 7 ചക്രങ്ങൾ, 7 വാതിലുകൾ. ഓരോ ചക്രവും ഒരു പുതിയ ബോധത്തെ തുറക്കുന്നു. മൂലാധാരം നിലനിൽപ്പ്, സുരക്ഷ. സ്വാധിഷ്ഠാനം കാമം, വികാരം. മണിപുരം ഇച്ഛാശക്തി, ആത്മബലം. അനാഹതം സ്നേഹം, കരുണ, വിശുദ്ധി. ആവിഷ്കാരം സത്യം, ആജ്ഞ, അന്തർജ്ഞാനം, ദർശനം. സഹസ്രാരം പ്രപഞ്ചവുമായിട്ടുള്ള ഐക്യം. ബ്രഹ്മചര്യം വഴി ശുക്ലത്തിന്റെ ശക്തി താഴോട്ടു പോകാതെ വരുമ്പോൾ അത് ഈ വഴിയിലൂടെ മുകളിലേക്കുയരുന്നു. ഈ യാത്രയെയാണ് ഊർജ്ജത്തിന്റെ രൂപാന്തരീകരണം, ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. പലരും കരുതുന്നത് ബ്രഹ്മചര്യം വെറും സംയമനമാണെന്നാണ്. എന്നാൽ യഥാർത്ഥ ബ്രഹ്മചര്യം സംഭവിക്കുന്നത് ആ ശക്തി ഉള്ളിലുണർന്ന് ആജ്ഞാചക്രത്തിലെത്തുമ്പോഴാണ്. അപ്പോൾ വ്യക്തിക്ക് ആത്മാവിന്റെ ദർശനം, പ്രപഞ്ചസൂചനകൾ, കാലാതീതമായ ബോധം എന്നിവ അനുഭവിക്കാൻ കഴിയും. പഴയ യോഗഗ്രന്ഥങ്ങൾ പറയുന്നു, ശുക്ലം പുറത്തേക്ക് പോകാതെ ഉള്ളിൽ ഉയരുമ്പോൾ അത് അമൃതായി മാറുന്നു. അത് സഹസ്രാരത്തിലെത്തുമ്പോൾ സാധകന് അമരത്വം അനുഭവപ്പെടുന്നു. ആധുനിക സൂചന DMT, മോഡേൺ ഹിന്റ്, DMT. ഇതൊക്കെ വെറും സങ്കല്പമാണോ? ഉത്തരത്തിൽ ആധുനിക ശാസ്ത്രത്തിന്റെ സൂചനകൾ വരുന്നു. DMT
ഡൈമീഥൈൽട്രിപ്റ്റാമൈൻ. ഇതിനെ സ്പിരിറ്റ് മോളിക്യൂൾ എന്ന് വിളിക്കുന്നു. നമ്മുടെ പീനിയൽ ഗ്രന്ഥിയിൽ നിന്ന് പുറപ്പെടുന്ന രാസവസ്തുവാണിത്. ഒരാൾ അത്യധികം ധ്യാനിക്കുകയും തപസ്സു ചെയ്യുകയും ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ ശരീരം ഈ DMTയെ സജീവമാക്കുന്നു. അപ്പോൾ സാധകന് ദിവ്യദർശനങ്ങൾ, ബോധത്തിന്റെ പുതിയ അവസ്ഥകൾ, പ്രപഞ്ചവുമായി ബന്ധപ്പെടാനുള്ള അനുഭവങ്ങളുണ്ടാകുന്നു. ഇതല്ലേ ഋഷിമാർ സമാധി എന്ന് വിളിച്ചത്? ഇതല്ലേ ബുദ്ധന് ജ്ഞാനം ലഭിച്ച അവസ്ഥ? ബ്രഹ്മചര്യം കൂടാതെ ആത്മജ്ഞാനം അസാധ്യമാണെന്ന് എല്ലാ മഹാപുരുഷന്മാരും പറഞ്ഞു. കുണ്ടലിനി ജാഗരണം എന്നത് ബ്രഹ്മചര്യത്തിന്റെ പരാമകാഷ്ഠയാണ്. സാധകൻ ശരീരമല്ലാതെ ബോധം മാത്രമായി മാറുന്നു. സുഷുമ്നാ നാഡി ശരീരത്തിൽ ഇട, ചന്ദ്രൻ ശാന്തത, പിംഗള, സൂര്യൻ ഊർജം എന്നീ പ്രധാന നാഡികളുണ്ട്. നട്ടെല്ലിന്റെ മധ്യത്തിലൂടെ പോകുന്ന സുഷുമ്നാ നാഡി ബ്രഹ്മചര്യം കൂടാതെ സജീവമാകില്ല. ശക്തി ഉള്ളിൽ സംരക്ഷിക്കപ്പെടുമ്പോൾ സുഷുമ്നാ നാഡി ഉണരുന്നു. ഇതാണ് കുണ്ടലിനിയുടെ രാജപാത. ഈ വഴി തുറക്കുമ്പോൾ സാധകന് തന്റെ നട്ടെല്ലിൽ തീ കത്തുന്നതുപോലെ അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഭയമില്ല, സംശയമില്ല, ബ്രഹ്മത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു ശക്തമായ സ്പന്ദനം മാത്രം. രഹസ്യസാധനകൾ, ബ്രഹ്മത്തിലേക്കുള്ള വഴി, സീക്രട്ട് പ്രാക്ടീസസ്, ദ പാത്ത് ടു ബ്രഹ്മ. സങ്കൽപ്പിക്കുക, സൂര്യരശ്മി പോലും കടന്നെത്താൻ പ്രയാസമുള്ള ഒരു ഗുഹ. അവിടെ ധ്യാനത്തിലിരിക്കുന്ന ഒരു വൃദ്ധനായ യോഗി. കണ്ണുകൾ അടച്ചിരിക്കുന്നു. ശരീരം നിശ്ചലമാണ്. ശ്വാസം ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നിലച്ചതുപോലെ. എങ്കിലും ഉള്ളിൽ ഒരു ഊർജ്ജവിസ്ഫോടനം നടക്കുന്നു. ഇദ്ദേഹം ബ്രഹ്മചര്യത്തെ സാധനയായി മാറ്റി ബ്രഹ്മത്തിലെത്തിയയാളാണ്. ഈ ഭാഗത്ത് ബ്രഹ്മചര്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ചില രഹസ്യസാധനകളെക്കുറിച്ചറിയാം. 1. മഹാമുദ്ര. മഹാമുദ്ര ഊർജം കേന്ദ്രീകരിക്കുന്ന കവാടം. പ്രാണൻ ജീവന്റെ ഊർജം, മനസ്സ്, മാനസിക ശ്രദ്ധ, ശുക്ലം സൃഷ്ടിപരമായ സാധ്യത എന്നീ 3 ശക്തികളെ സന്തുലിതമാക്കുന്ന പുരാതന യോഗവിദ്യ. ഈ സാധനയിൽ ശ്വാസം പിടിച്ച് മനസ്സിനെ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. സുഷുമ്നാ നാഡി സജീവമാകുന്നു. ബ്രഹ്മചര്യം കൂടാതെ മഹാമുദ്ര പ്രവർത്തിക്കില്ല. 2. അശ്വിനീമുദ്ര. അശ്വിനീമുദ്ര മൂല ഊർജത്തിന്റെ സംക്രമണം. ശേഖരിക്കപ്പെട്ട ഊർജത്തെ മുകളിലേക്ക് അയക്കാനാണ് അശ്വിനിമുദ്ര. മലദ്വാരത്തിലെ പേശികളെ സങ്കോചിപ്പിക്കുകയും അയക്കുകയും ചെയ്യുന്ന ഈ ലളിതവും ശക്തവുമായ അഭ്യാസം ഊർജത്തെ ഒരു പ്രകമ്പനത്തോടെ മുകളിലേക്ക് തള്ളിവിടുന്നു. 3. നാഡീശുദ്ധി പ്രാണായാമം. നാഡീശുദ്ധി പ്രാണായാമ ഊർജത്തിന്റെ ശുദ്ധമായ വഴി. അനുലോമ വിലോമ പ്രാണായാമം, ആൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീതിംഗ്, നാഡികളെ സന്തുലിതമാക്കുകയും മനസ്സിനെ സ്ഥിരപ്പെടുത്തുകയും സുഷുമ്നയെ സജീവമാക്കുകയും ചെയ്യുന്നു. 4. മന്ത്രസാധന. മന്ത്രസധാന ശബ്ദത്തിലൂടെയുള്ള ശക്തിയുടെ ആഹ്വാനം. ബീജമന്ത്രങ്ങൾ ഓരോ ചക്രത്തെയും ഉണർത്തുന്നു. ബ്രഹ്മചാരി തന്റെ ഊർജത്തെ ഈ മന്ത്രങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോൾ അത് ബോധത്തെ തുറക്കുകയും പ്രപഞ്ചവുമായി യോജിപ്പിക്കുകയും ചെയ്യുന്നു. 5. ധ്യാനത്തിന്റെ അഗ്നി. ദ ഫയർ ഓഫ് മെഡിറ്റേഷൻ. ആഗ്രഹങ്ങൾ കത്തിയെരിയുന്ന സ്ഥലം. ഉള്ളിലെ ശക്തി സംയമനം പാലിക്കുമ്പോഴാണ് ധ്യാനം കൂടുതൽ ആഴത്തിലാകുന്നത്. ബ്രഹ്മചര്യം ധ്യാനത്തെ അത്രമാത്രം സ്ഥിരമാക്കുന്നു. മനസ്സുള്ളിലേക്ക് പോയാൽ പിന്നെ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കില്ല. മഹായോഗി രാമലിംഗസ്വാമികൾ ബ്രഹ്മചര്യത്തിന്റെ ശക്തിയാൽ തന്റെ ശരീരം പ്രകാശത്തിൽ ലയിപ്പിച്ചു. ബ്രഹ്മചര്യം ഒളിച്ചോട്ടമല്ല, അത് ഊർജത്തിന്റെ മാനേജ്മെന്റാണ്. ലൈംഗികത ഒഴിവാക്കലല്ല, ലൈംഗികതയെ മനസ്സിലാക്കി അതിനെ ശക്തിയായി മാറ്റലാണ്. പരമമായ സിദ്ധി, അഷ്ടസിദ്ധികൾ, ദി അൾട്ടിമേറ്റ് അറ്റൈൻമെന്റ്, ദി 8 സിദ്ധീസ്. നിങ്ങൾ പൂർണ്ണമായി ബ്രഹ്മചര്യത്തെ ഉൾക്കൊള്ളുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ സങ്കല്പത്തിൽ അത്രയധികം ശക്തി വരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നത് സംഭവിക്കാൻ തുടങ്ങുന്നു. ഇതാണ് യോഗയിലും തന്ത്രത്തിലും അഷ്ടസിദ്ധികൾ എന്ന് പറയുന്നത്. അഷ്ടസിദ്ധികൾ, ദി 8 മഹാസിദ്ധീസ്. പൂർണ്ണ ബ്രഹ്മചര്യം പാലിക്കുന്ന സാധകനിൽ ഉണരുന്ന 8 മഹാശക്തികൾ. 1. അണിമ, സ്വയം ഒരണുവിന്റെ അത്ര ചെറുതാക്കാനുള്ള കഴിവ്. 2. മഹിമ, സ്വയം വളരെ വലുതാക്കാനുള്ള കഴിവ്. 3. ലഘിമ, ശരീരത്തിന് ഭാരമില്ലാതാക്കാനുള്ള കഴിവ്. 4. ഗരിമ, ശരീരത്തിന് ഭാരം വർദ്ധിപ്പിക്കാനുള്ള കഴിവ്. 5. പ്രാപ്തി, മനസ്സിലുള്ള വസ്തുവിനെ നേടാനുള്ള കഴിവ്. 6. പ്രാഗാമ്യം, ആഗ്രഹങ്ങൾ തൽക്ഷണം പൂർത്തീകരിക്കാനുള്ള കഴിവ്. 7. ഈശിത്വം, സൃഷ്ടിയിൽ നിയന്ത്രണം നേടാനുള്ള കഴിവ്. 8. വശിത്വം, മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താനും നിയന്ത്രിക്കാനുമുള്ള കഴിവ്. ആധുനിക ന്യൂറോ സയൻസും സിദ്ധികളും. ബ്രഹ്മചര്യം പാലിക്കുന്നവരുടെ പീനിയൽ ഗ്രന്ഥിയും പീനൽ ഗ്ലാൻഡ്, ആജ്ഞാചക്രം, ഫ്രണ്ടൽ ലോബും കൂടുതൽ സജീവമാകുന്നു. ഇത് ടെലിപ്പതി, ക്ലെയർവോയൻസ്, ലൂസിഡ് ഡ്രീമിംഗ് പോലുള്ള കഴിവുകൾക്ക് കാരണമാകുന്നു. DNA-യെയും ബോധത്തെയും നിയന്ത്രിക്കുന്ന മൂലബിന്ദു ശുക്ലത്തിലാണ്. ബ്രഹ്മചര്യം നമ്മുടെ DNA-യെ പോലും പോസിറ്റീവായി സ്വാധീനിക്കുന്നു. പ്രപഞ്ചവുമായുള്ള നേരിട്ടുള്ള ബന്ധം. സാധകൻ ദീർഘകാലം സംയമനം പാലിക്കുമ്പോൾ അവൻ ആൽഫ, തീറ്റ
ബ്രെയിൻ വേവ്സിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ നിന്നാണ് യൂണിവേഴ്സൽ മൈൻഡുമായി ബന്ധപ്പെടുന്നത് തുടങ്ങുന്നത്. അപ്പോൾ അവൻ ചിന്തിക്കുന്നത് പ്രപഞ്ചം കേൾക്കുന്നു. ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ മൂലകാരണം. ബാബ നിത്യാനന്ദന്റെ ശിഷ്യനായി പിന്നീട് ലോകമെമ്പാടും വിപസനാധ്യാനം പ്രചരിപ്പിച്ച സത്യനാരായൺ ഗോയങ്കയുടെ കഥ ഇതിനുദാഹരണമാണ്. നിങ്ങൾ ബ്രഹ്മചര്യം കൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്തുമ്പോൾ നിങ്ങൾ വെറും മനുഷ്യനല്ല, പ്രപഞ്ചശക്തിയുടെ വാഹകനായി മാറുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുന്നു, നിങ്ങളുടെ വ്യക്തിത്വം പ്രകാശമുള്ളതാകുന്നു, നിങ്ങളുടെ സങ്കല്പങ്ങൾ ഭാവിയെ രൂപപ്പെടുത്തുന്നു. ബ്രഹ്മചര്യം ഒരു ത്യാഗമല്ല, അത് ഊർജത്തിന്റെ പ്രപഞ്ച നിക്ഷേപമാണ്. അത് ഒരു ബന്ധനമല്ല, അനന്തമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തെ അറിയുമ്പോൾ നിങ്ങൾ ബ്രഹ്മത്തെ അന്വേഷിക്കുന്നില്ല, ബ്രഹ്മം നിങ്ങളിൽ പ്രകടമാകുന്നു. നിങ്ങൾ ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ തയ്യാറാണോ? എങ്കിൽ ഇന്ന് തന്നെ ആദ്യത്തെ ചുവട് വയ്ക്കുക. ഒരു ദിവസത്തെ സംയമനം, ഒരു ദിവസത്തെ മൗനം, ഒരു ദിവസത്തെ ധ്യാനം. കാരണം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ യാത്ര നിങ്ങളുടെ ഉള്ളിലേക്കാണ്.